ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അച്ഛൻ്റെ ചില പൊടിക്കൈകളൊക്കെ ആഡ് ചെയ്ത് വന്നപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ നമുക്കിത് കാണാം. ഇതെന്ത് മസാല വെച്ചിരിക്കണേ? ഒന്നുമില്ല, വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടി. ഓക്കെ ഓക്കെ. നീ കുക്കറിൽ വേവിക്കും അല്ലേ? ഞാനില്ല, കുക്കറിൽ വേവിക്കാൻ മറ്റേ ചേരുവകളൊക്കെ വറുത്തിട്ടതിന് ശേഷം കുക്കറിൽ വേവിക്കണം. ഒരു കഷ്ണം എല്ലിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടും. ഈ പച്ച മസാല അച്ഛൻ മുന്നേ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗരം മസാലയുടെ കൂട്ടില്ലേ, അതെല്ലാം കൂടി ഫ്രഷ് ആയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് ഐറ്റംസ് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതൊക്കെ അച്ഛൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ? ആ, കുക്കറിലിട്ട് നന്നായി വേവിക്കുക. ഇഞ്ചി ചേർത്തിട്ടു ബീഫിൽ 2 കഷ്ണം ഇഞ്ചി ടേസ്റ്റ് കൂടും. 2 കഷ്ണം ഇഞ്ചി. ഓക്കെ ഓക്കെ. ഇഞ്ചി ചതച്ചത് അല്ലേ? അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ബീഫൊക്കെ കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് മസാല തയ്യാറാക്കണേ. നല്ല സ്മെല്ലുണ്ട്. സവോള നന്നായിട്ട് വാടി വന്നപ്പോൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ ഒരു കൂട്ട് ചേർത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാല ആഡ് ചെയ്തു. മല്ലിപ്പൊടി, മുളക് പൊടി, എരിവനുസരിച്ച് അറിയാം. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു പച്ച മസാലയിൽ നിന്ന് ആഡ് ചെയ്തിരുന്നു. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. തക്കാളി ഇടുമ്പോൾ ചിലപ്പോൾ എരിവ് കുറയും. ആ മസാല പിന്നെ ബീഫായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നു കേട്ടോ. പിന്നെ അതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടാണ് പിന്നെ അച്ഛൻ വരട്ടിയെടുക്കുന്നത്. ഇന്ന് വരട്ടിയെടുക്കണ്ടേ? ബീഫ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അവസാനം വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അച്ഛൻ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് സംഭവം കിട്ടുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.